യെസ്, ശരിക്കും ഇതൊക്കെ ഉള്ളതാണോ? അതാണ് എങ്ങനെ ചോദിച്ചത്? അല്ല, എനിക്ക് മനസ്സിലാവില്ല. കാരണം ഇതിനെപ്പറ്റി ആരും ഒന്നും പറയുന്നതും കേൾക്കുന്നില്ല. ഒരു സോഷ്യൽ മീഡിയയിൽ, ഞാനും സോഷ്യൽ മീഡിയയിൽ ഉള്ള ഒരാളാണ്. അപ്പം ഇതൊന്നും കേൾക്കുന്ന പോലും ഇല്ല ഇതൊന്നും. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗവൺമെൻറ് ഡെവലപ്പറിൻ്റെ നിന്ന് വരുന്നൊരു ഓപ്ഷനാണ്. ആകെ 512 എണ്ണേ വരണുള്ളൂ. ഓക്കെ, നമുക്ക് ചുറ്റുമുള്ള ഏജൻസിൻ്റെ എണ്ണം അറിയാമല്ലോ, 80,000-ന് പുറത്താണ്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും കുറവാണ് ഇതിലൊരു യൂണിറ്റ് കിട്ടാൻ. സോ അതുകൊണ്ട് തന്നെ അതിൽ എഫേർട്ട് ഇടുന്നതിന് പകരം വേറെ ഏതെങ്കിലും പ്രൊജക്റ്റിൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവർക്ക് ആ ഒരു പ്രൊജക്റ്റ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ഉണ്ടതാണ്. അതിനും വേണ്ടി ഇതിലെന്താ ഉള്ളത്? ഒരു റിയൽ എസ്റ്റേറ്റിൽ ദുബായിലൊരു പ്രോപ്പർട്ടിയിൽ വാങ്ങേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഞാൻ പലപ്പോഴും പറയാറില്ലേ, റിയൽ എസ്റ്റേറ്റിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രൊജക്റ്റ് വരുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും പ്രൈം ആയിട്ടുള്ള ലൊക്കേഷനാണ്. യുഎയിൽ തന്നെ മേജർ റോഡാണ് ഷെയ്ഖ് സായദ് റോഡ് എന്ന് അറിയാമല്ലോ. സോ ഈ പ്രൊജക്റ്റ് വരുന്നത് ഷെയ്ഖ് സായദ് റോഡിലാണ്. പിന്നെ ഒരു മെട്രോയുടെ ക്ലോസ് പ്രോക്സിമിറ്റി എത്രത്തോളം ഒരു പ്രോപ്പർട്ടിക്ക് അപ്രിസിയേഷൻ കൊണ്ടുവരുമെന്നും ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന ഒരു റെൻ്റൽ ഡിമാൻഡിനെ പറ്റി ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. എസ്പെഷ്യലി ദുബായിൽ മെട്രോ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം അതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്രൊജക്റ്റ് വരുന്നത് ജസ്റ്റ് മെട്രോയിൽ നിന്ന് 1 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ്. 1 മിനിറ്റ്. പിന്നെ നമുക്ക് മോളിലൊക്കെ ഒരു 2 to 3 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസിൽ എത്താൻ പറ്റുന്ന സ്ഥലം ഷെയ്ഖ് സായദ് റോഡ് പോലുള്ളൊരു മേജർ റോഡിൻ്റെ ക്ലോസ് പ്രോക്സിമിറ്റി വരുന്നതാണെങ്കിൽ ഒരു ഗവൺമെൻറ് ഡെവലപ്പറുടെ ഒന്നും. സോ ലൊക്കേഷൻ പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെവലപ്പറുടെ ഒരു ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞാൽ. ഈ ഡെവലപ്പറൊക്കെ ഒരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്താൽ സെയിം ഡേ സോൾഡ് ഔട്ട് ആണ്. അത്രയും ഗ്യാരണ്ടീഡ് ആയിട്ട് പ്രൊജക്റ്റുകൾ ലോഞ്ച് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഡെവലപ്പേഴ്സാണ്. ഇതിനകത്തൊരു യൂണിറ്റ് എടുക്കുക എന്ന് പറയുന്നത് അത്രയും ഒരു അച്ചീവ്മെൻ്റ് ആണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം ഗ്യാരണ്ടീഡാണ്. ശരിക്കും നമുക്ക് ഇനി അത് ലോഞ്ച് ചെയ്യാൻ പോകുന്നതിൽ ഏതൊക്കെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്? ഇതിനകത്ത് സ്റ്റുഡിയോ മുതൽ 3 ബെഡ്റൂം വരെ വരുന്നുണ്ട്. നമുക്ക് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൽ നോക്കിയാൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും സ്പേഷ്യസ് എന്ന് പറയാം. ലേഔട്ട്സിലൊക്കെ അതായത് ഒരു പൊടി പോലും വേസ്റ്റ് ഇല്ല എന്ന് പറയാം. കർവ്ഡായിട്ടൊക്കെ വന്ന പല ലേഔട്ടിലും നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് ലേഔട്ടൊക്കെ വളരെ എഫിഷ്യൻറ്റ് ലേഔട്ടാണ് ഞാൻ കണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ ക്ലോസ് കിച്ചൺ പ്രിഫർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, എസ്പെഷ്യലി ഇന്ത്യൻസ്. സോ ഇപ്പോഴത്തെ ഒരു പുതിയ പ്രൊജക്റ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലോസ്ഡ് കിച്ചൺ വളരെ കുറവാണ്. പൊതുവേ ഏത് ഡെവലപ്പേഴ്സ് ലോഞ്ച് ചെയ്യുന്നത് ഇതിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓൾമോസ്റ്റ് ലേഔട്ട്സിലെല്ലാം ക്ലോസ് കിച്ചനാണ്. സ്പേഷ്യസ് ലേഔട്ട്സ് ആണ്, വേസ്റ്റേജ് ഇല്ല, നല്ല ലൊക്കേഷനാണ്, നല്ല ഡെവലപ്പറാണ്. സോ ഇതിൽ കൂടുതൽ എന്താ വേണ്ട ഒരു പ്രൊജക്റ്റ് വിറ്റ് തീരെ? അതൊക്കെ പോട്ടെ റിയാസ് ഭായ്, ഇതിൽ എനിക്ക് പേഴ്സണലി എനിക്കൊരു യൂണിറ്റ് എടുത്തരാൻ നിങ്ങൾ കൊണ്ട് പറ്റുമോ? ഉറപ്പായിട്ട്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോട്ടറി എടുക്കും പോലെയാണ്. അങ്ങനെ വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. കാര്യം ഇത് നമ്മളൊരു ലിങ്ക് ജനറേറ്റ് ചെയ്തിട്ട് ആ ലിങ്ക് വഴി നമ്മൾ കസ്റ്റമർ രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ പ്രയോറിറ്റി വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ടോക്കൺ നമ്പർ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് യൂണിറ്റ് ചൂസ് ചെയ്യാൻ പറ്റുക. സോ ഇൻഡിവിജ്വൽ യൂണിറ്റ് എടുക്കുന്നവർക്ക് ഒരു ലക്ക് പോലെയാണ് ഇതിനകത്തൊരു യൂണിറ്റ് കിട്ടുന്നത്. പക്ഷേ ബൾക്ക് യൂണിറ്റ് എടുക്കുന്നവർക്ക് ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. കാര്യം ഒരു 10 യൂണിറ്റ്സ് ഒക്കെ എടുക്കാൻ കാപ്പബിൾ ആയിട്ടുള്ളവർക്ക് ശരിക്കും നമുക്കത് പറ്റുന്നൊരു ഓപ്ഷനാണ് ശരിക്കും ഇത്, അല്ലേ? അതെ, വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വരുന്നതാണല്ലോ. അപ്പോൾ അതും വളരെ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് പ്ലാനുമാണ്. നമ്മൾ ഫണ്ടൊന്നും ഒരുമിച്ച് കാണണ്ട. പൊതുവേ ഒരു ഡെവലപ്പേഴ്സിന് 20% ഒക്കെ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കേണ്ട സമയത്ത് ഇതിലൊരു 10% മാത്രം ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. അത് പിന്നെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടൊരു പേയ്മെൻറ്റ് വരുന്നില്ല. നോർമലി 10% ഡൗൺ പേയ്മെൻറ്റ് എടുക്കുന്ന ഓപ്ഷൻസിലും അടുത്തൊരു വിത്തിൻ 2 മന്തിലൊക്കെ നമ്മൾ അതിൻ്റെ 10% കാണണം. ഇതിലാണെങ്കിൽ അതിന് വീണ്ടും കിട്ടുന്നുണ്ട് ഒരു 6 മന്ത് ഗ്യാപ്പ്. സോ ആ ഒരു ടൈം ഫ്രെയിമിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു പേയ്മെൻറ്റ് പ്ലാനുമാണ്. അതുകൊണ്ട് തന്നെ 10 യൂണിറ്റ്സ് ഒക്കെ എടുക്കാൻ ക്യാപ്പബിൾ ആയിട്ടുള്ളവർക്ക് ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഇതിനേക്കാളും ബെസ്റ്റ് ഒരു ചോയ്സ് ഇല്ല തന്നെ. അത് ഉറപ്പായിട്ടും എനിക്ക് പറയാൻ പറ്റും. കാര്യം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ഇത്രയും നല്ലൊരു പ്രോജക്റ്റിൽ ഒരു 10 യൂണിറ്റ് എടുക്കാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ ബെസ്റ്റ് ചോയ്സ്. ബൾക്ക് ബയേഴ്സിനൊക്കെ ഉറപ്പായിട്ടും.